അതായത് ഇവിടെ നേരത്തെ കഴിഞ്ഞ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അജിംസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ സംഘടിത വീക്ഷണം വെച്ചാണ് CPM ഒരുപക്ഷെ UDF പ്രവർത്തിക്കുന്നത്. അനിൽകുമാറിനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ അതിജീവിക്കുക, എങ്ങനെ ഇപ്പം എന്തായാലും തെരഞ്ഞെടുപ്പ് തിരിച്ചടി കിട്ടി, അപ്പോൾ ഒന്ന് ഈ തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തും. അതിനുവേണ്ടി എന്ത് മുസ്ലിം വിരുദ്ധ പറഞ്ഞാലും തിരിച്ചു വരാനുള്ള ക്ഷുദ്രവും ദുഷ്ടവുമായ സമീപനം അല്ലാതെ മറ്റൊന്നും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് കേരളത്തെ ഈ തെരഞ്ഞെടുപ്പിനപ്പുറം കേരളത്തിൽ ആപൽക്കരമായ പ്രസ്താവനകളാണ് കഴിഞ്ഞ കുറേ കാലത്ത് ഗ്രേഡ് ഉയർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് തുടങ്ങി ഇന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയത്. അത് നിരാകരിക്കാൻ അനിൽകുമാർ സാധിച്ചില്ലെങ്കിൽ അനിൽകുമാർ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഇരിക്കുന്നത്? എന്ത് കമ്മ്യൂണിസ്റ്റാണ് അനിൽകുമാർ അതിലുള്ളത്? TV-യിലൊക്കെ ഒന്നൊരു ചർച്ച വന്ന് എല്ലാവരെയൊക്കെ എതിർക്കാനൊക്കെ പറ്റും. പക്ഷേ ആ പറയുന്നൊരു നൈതിക ബോധം വേണ്ടേ? നേരിട്ട് അജിംസ് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് കേരള തെരഞ്ഞെടുപ്പിനപ്പുറം ആപൽക്കരമായ രാഷ്ട്രീയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കാര്യം കേരളത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം, ഇസ്ലാമോഫോബിക് രാഷ്ട്രീയം കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് ആസൂത്രിതമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുദിനമെന്നോണം മുസ്ലിം വിരുദ്ധ പ്രചരിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമല്ലേ, മുഖ്യമന്ത്രിക്ക് അഭിനന്ദനം ഒപ്പിരിക്കല്ലേ, എന്ത് കുന്തം ചെയ്തിട്ടുണ്ട്? ഒരു ചുക്കും ചെയ്യുന്നില്ല, പറയാൻ ധൈര്യം പോലും ഇല്ല. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ആർജവും ഇല്ല, അനിൽകുമാറും ഇല്ല ആർജവും. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അനുദിനമെന്നോടെ ഇസ്ലാം ഭീതി, മുസ്ലിം ഭീതി വളർത്തിക്കൊണ്ടാണ് ഗ്രേഡായിട്ട് ഉയർത്താണ്. അനിൽകുമാർ പറഞ്ഞതിനാണ് മറുപടി. കാര്യം ഇടതുപക്ഷമാണ് മറുപടി കൊടുക്കേണ്ടത്. കാര്യം അപ്പോഴും KM ഷാജിയുടെ കാര്യമാണ് ഉയർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഇവിടെ ഉന്നയിക്കുന്ന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം AK ബാലൻ പറഞ്ഞ കാര്യം ജമാഅത്തെ ഇസ്ലാമി അഭിനന്ദന വകുപ്പ് കൈകാര്യം ചെയ്യും. അങ്ങനെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഹിന്ദു ധ്രുവീകരണം നടത്തുന്ന എന്ത് ആപൽക്കാര രാഷ്ട്രീയം, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ BJPയുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന് അടിത്തറ ഉണ്ടാക്കി കൊടുക്കുകയാണ്. BJPയെ സംബന്ധിച്ചോളം സംബന്ധിച്ചോളം അവർക്ക് ക്രമേണ അധികാരത്തിൽ വന്നാൽ മതി. അവർക്ക് സാമൂഹ്യ അധികാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും ഇടതുപക്ഷത്തിന് TV-യിൽ വരുന്നവരും അതിനെ നിരാകരിക്കാനും അക്കമിട്ട് എതിർക്കാനും അതിനോട് സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹിന്ദു ധ്രുവീകരണം നടത്താൻ സാധിക്കണം? അതിൻ്റെ ഭാഗത്ത് ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എനിക്ക് സതീശനപ്പുറം നമ്മൾ കാര്യങ്ങൾ കാണണം. സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഈ സാമുദായിക സംഘടനയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം ചരിത്രപരമായിട്ട് രണ്ട് സംഘടനകളും, പ്രത്യേകിച്ച് SNDP ആണെങ്കിൽ വിപ്ലവകരമായ ദൗത്യം നിർവഹിച്ചു, NSS ആണെങ്കിൽ സാമുദായിക പരിഷ്കരണ ദൗത്യം നിർവഹിച്ചു. ആ ദൗത്യ നിർവഹണം കഴിഞ്ഞു. ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പാണ്. അതിനൊരു ഒരു മറ്റു തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള അംഗീകാരമൊന്നും നിലനിൽക്കുന്നില്ല. സമുദായ അംഗങ്ങൾക്കിടയിലും അതിൻ്റെ സ്വാധീനം താരതമ്യേന ദുർബലമാണ്. ഇന്ന് നിൽക്കുന്ന പ്രഷർ ഗ്രൂപ്പ് നിലയ്ക്ക് അവരുടെ ചില സോഷ്യൽ ആൻറ്റർപ്രണർഷിപ്പ് ഉണ്ട്, സ്കൂൾ വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായിട്ട് സർക്കാർ നീക്കുപോയി നടത്താനും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണത്. അതിലപ്പുറത്ത് ഒരു ദൗത്യം അവർക്കില്ല. അതിനെ പേടിച്ചാണോ സഹകരണ സമുദായങ്ങൾ കൂട്ടി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ റിസൾട്ട് വലുതുണ്ടാക്കേണ്ടതായിരുന്നല്ലോ, സതീശനെതിരായിരുന്നല്ലോ, കോൺഗ്രസിനെതിരായിരുന്നു, എന്ത് കുന്നുണ്ടാക്കി? അപ്പോൾ അതല്ല ഇവർ സൃഷ്ടിക്കുന്ന. അപ്പോൾ ഈ ഫ്യൂഡൽ മാടമ്പിമാർ, അങ്ങനെ തന്നെ ഈ ഫ്യൂഡൽ മാടമ്പിയാർ വിചാരം തറിയോ, അവരുടെ വീടുകളിൽ പോയി തിണ്ണതരങ്ങണം. VN വാസവൻ പോകുന്നുണ്ട്, അവിടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും. അപ്പോൾ നാളത്തെ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയൊരാൾ അവിടെ പോയി തിണ്ണതരങ്ങെന്ന് പറഞ്ഞാൽ അവരെ അതാണ് ഈ ഫ്യൂഡൽ തമ്പ്രാക്കന്മാർ. അവർ ജീവിക്കുന്നത് പഴയ, ഇന്ന് നമുക്കറിയാം ഈ സാമൂഹ്യ ദൗത്യം, അവരുടെ വിപ്ലവ ദൗത്യമൊക്കെ മാറ്റി ഇന്ന് അവർ ചെയ്യുന്നുണ്ട്. ഈ ആചാര സംരക്ഷണം പോലെ സമൂഹത്തെ പിന്നോട്ടടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് സംഘടനകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ കാൽ കീഴിൽ നിൽക്കുന്ന നേതൃത്വമാണ് അവർക്ക് വേണ്ടത്. ഞാൻ വിചാരിക്കുന്ന പിണറായി വിജയൻ അവരുടെ ആചാര സംരക്ഷണ ബില്ലുണ്ടാക്കാൻ പോവാണ് UDF. അല്ല, എന്നിട്ടും എതിർപ്പാണ്. തീർച്ചയായിട്ടും അതൊക്കെ എതിർക്കപ്പെടേണ്ട കാര്യമാണ്. അതൊക്കെ സമയത്ത് അത് നമ്മുടെ UDFൻ്റെ സാമൂഹ്യ ഘടനയെക്കുറിച്ച് വ്യവസ്ഥ ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല പിണറായി വിജയൻ അവരുടെ കാൽ കീഴിൽ പോയി. അതും കൂടി പറയണമല്ലോ, പിണറായി വിജയൻ ഈ സാമുദായിക സംഘടന നേതാക്കളുടെ കാൽ കീഴിൽ പോയി കിടക്കുന്ന ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ആ സംഘടനകളോട് പുലർത്തേണ്ട ഒരു സമീപനമുണ്ട്. അത് പുലർത്താതെ ഒത്താശ എന്നൊരു VN വാസവൻ്റെ രാഷ്ട്രീയമല്ല CPM-നും ഇടതുപക്ഷത്തെയും ഗവേൺ ചെയ്യേണ്ട. അത് ഒരു കോട്ടയത്തുള്ള ഒരു മധ്യ തിരുവിതാംകൂറിലെ ചില ജാതി രാഷ്ട്രീയത്തിൻ്റെ ചില സ്വാധീനങ്ങളായിരിക്കും. അതല്ല കേരളം.